തിരുവനന്തപുരം മ്യൂസിയം സ്റ്റേഷനിൽ വെച്ച് നടന്ന പ്രതികളുടെ ഓണാഘോഷത്തിൽ പോലീസിനെതിരെ ഇ.ഡി. അന്വേഷണ പുരോഗതിയിൽ അതൃപ്തി അറിയിച്ച് പോലീസ് മേധാവിക്ക് കത്തയക്കും. ഉന്നത സ്വാധീനങ്ങൾ വ്യക്തമാക്കാനാണ് പ്രതികൾ ശ്രമിച്ചത് എന്ന് ഇ.ഡി. ആരോപിച്ചു. കടുത്ത അതൃപ്തിയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇത്തരത്തിൽ ഇ.ഡി. ആക്രമണ കേസിലെ പ്രതികൾ ഐ.പി. വിനു അടക്കം പോലീസ് സ്റ്റേഷനിൽ എത്തുകയും അതിനുശേഷം ഓണാഘോഷത്തിൽ പങ്കെടുത്ത് അതിന്റെ റീൽസ് അടക്കം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൽ പോലീസ് തലത്തിലുള്ള അത് വലിയ വിവാദമായതിനാൽ പോലീസ് തലത്തിലുള്ള നടപടിയൊക്കെ നടക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് കടുത്ത അതൃപ്തി ഇ.ഡി. മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അഡീഷണൽ ഡയറക്ടർ സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകും എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്ന കാര്യം. ഇ.ഡി. പ്രധാനമായും പറയുന്നത് തങ്ങളുടെ ഉന്നത സ്വാധീനം, പോലീസിൽ തങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട് എന്ന് വരുത്തി തീർക്കാനാണ് ഈ പറയുന്ന പ്രതികൾ ശ്രമിച്ചത്. അതുവഴി സാക്ഷികളെ ഭീഷണിപ്പെടുത്തുക കൂടിയായിരുന്നു അവരുടെ ലക്ഷ്യം. ഇതിന് പോലീസ് കൂട്ടുനിൽക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. അതോടൊപ്പം തന്നെ കടുത്ത ആശങ്കയുണ്ട് ഇതിന്റെ അന്വേഷണ പുരോഗതി സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഈ കേസിന്റെ എന്നതാണ് ഇ.ഡി. മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു കാര്യം. നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ ഗൂഢാലോചന പാർട്ടിയിലേക്കടക്കം വിശദമായിട്ടുള്ള വിപുലമായിട്ടുള്ള അന്വേഷണം മുന്നോട്ട് പോകണം എന്നത് സംബന്ധിച്ച്. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അത് ഈ പ്രതികൾ ബോധപൂർവം നടത്തി. അതോടൊപ്പം തന്നെ അതിന് ഈ പോലീസ് അടക്കം ഇതിന്റെ ഭാഗമായി നിന്നു എന്ന ഒരു വിമർശനമാണ് ഇ.ഡിക്ക് ഉള്ളത്. ഇതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും ഇക്കാര്യങ്ങൾ സംസ്ഥാന പോലീസ് മേധാവിയെ അറിയിക്കുക. ഇപ്പോൾ പോലീസ് തലത്തിൽ അതിൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും അതിന്റെ റിപ്പോർട്ട് നൽകുകയും അതിന് നടപടിയൊക്കെ ആവുകയും ഒക്കെ ചെയ്യുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. മാത്രമല്ല പോലീസ് ഇതിൽ സംഭവം ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ഈ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കാനും നീക്കമുള്ളതായാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഇങ്ങനെയൊക്കെ നീക്കമുണ്ടെങ്കിൽ പോലും ഈ ഒരു സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ നയിച്ചതിൽ ജാഗ്രത കുറവല്ല. പോലീസിന് ഇത് സംബന്ധിച്ചുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന